മഹാഭാഗ്യമാ ഇങ്ങനൊരു ബന്ധം കിട്ടുന്നത്. എവിടെ വെച്ചാ താലി കെട്ടെന്ന് പറഞ്ഞത്? എഴുത്തുപുര വീട്ടിലെ കല്യാണമൊക്കെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താറുള്ളൂ ഏട്ടാ. ഓ അങ്ങനല്ലേ. എന്തിനാ നീ വരണമെന്ന് പറഞ്ഞേ? അനിയൻ ചേട്ടൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. കാര്യം പറ. എനിക്ക് അമ്മാവനെ കണ്ട അനുഗ്രഹം വാങ്ങിക്കണം. അനിയൻ ചേട്ടാ പ്ലീസ് ഒന്ന് കൊണ്ടുപോകും. എന്തിനാ സുധു? അമ്മയുടെ സ്വഭാവം നിനക്കറിയാം. അനിയൻ ചേട്ടാ എന്നെ കൊണ്ടുപോകുമോ ഇല്ലോ എന്ന് പറ. നിനക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് പോണം അനിയൻ ചേട്ടാ. അമ്മാവനെ കാണണം. അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റാ. വാ കേറ്. എങ്ങട്ടാ സുധു? അമ്മയൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ശരിയമ്മായി. മോളെ മുറുക്കി കെട്ടോ. എടോ മോളെയൊക്കെ അവര് മുറുക്കി കെട്ടിക്കോളും. താൻ പോയി ആനയെ മുറുക്കി കെട്ടാൻ നോക്ക്. മിസ്റ്റർ അനന്തരാമൻ, എനിക്ക് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാലേ അലർജിയാണ്. പ്രൈവസി നഷ്ടപ്പെടുന്നു. It's all in the game, necessary evil. Cheer up. Come on. Cheers. Yes. വല്ലാതെ വൈകുന്നല്ലോ സുധു. കണ്ടിട്ട് പോവാ അനിയൻ ചേട്ടാ. വന്നതല്ലേ. ഇപ്പോഴിങ്ങെത്തും. 7 മണിക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞിട്ടാ സാറ് പോയത്. ഇവളിതെവിടെ പോയിരിക്കുക? ചോദിക്കുന്നവരടുത്തൊക്കെ ഇപ്പൊ വരുന്ന എത്രന്ന് വെച്ചാ പറയാ. വരുമ്പോ വരട്ടെ. സുധ എവിടെ? അവളിങ് എത്തിയില്ലേ ഇതുവരെ? നിങ്ങളോടാ ചോദിച്ചേ? Sir, please. Come on. എല്ലാരും ചോദിക്കുക അവളെവിടെയെന്ന്. കറങ്ങാൻ കണ്ട നേരം. ആട്ടിത്വം കൊടുത്താലും അടുക്കള സംസ്കാരം മാറില്ലെന്ന് വെച്ചാ പിന്നെന്ത് ചെയ്യാനാ? അരുത് മോളെ, അങ്ങനൊന്നും പറയരുത്. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരുപാട് നേരം അയച്ചാ പറയാതെ വന്ന്. അച്ഛൻ പെട്ടെന്ന് ഇവിടെ ഒന്ന് അനുഗ്രഹിച്ചേ. അവളെ ഞാൻ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞതാ. പിണങ്ങിയിട്ടൊന്നും അല്ല മോളെ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നത്. വെഡിങ് കാർഡ് കിട്ടി. മിസ്റ്റർ ആൻഡ് മിസ്സസ് KK മേനോൻ എന്നതിന്റെ മുകളിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്റെ മൂത്ത മോന്റെ കല്യാണം ഒരു ക്ഷണക്കത്തിലൂടെ അറിയിക്കേണ്ട ചുമതലയെ എന്റെ ഭാര്യയ്ക്കുള്ളൂ എങ്കിൽ മാറി നിൽക്കുന്നതല്ലേ അന്തസ്? നിനക്ക് നല്ലതേ വരൂ. സർ, യു ഷുഡ് കൺട്രോൾ യുവർ സെൽഫ്. കുറച്ച് സമയം മൂളി പോയിരുന്നാലോ? എന്താ അമ്മ ഇത്? എവിടെയായിരുന്നടാ ഇതുവരെ? എന്തിനാ ചോദിക്കണേ? എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? തനിക്കൊന്നും മനസ്സിലായില്ല. ഇയാൾക്കിപ്പോ ബോധമില്ല. ബോധമില്ലാത്ത നിനക്കാ. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. നിനക്ക് വേണമെങ്കിൽ നിനക്ക് എടുക്കാറില്ല അവളെ. എന്തിനാ ഈ ഒളിച്ചു കളി? പറയടാ, എന്തിനായിരുന്നു ഈ ഒളിച്ചു കളി? മുത്തശ്ശി കേട്ടില്ലേ ഈ പറയുന്നത്? എനിക്ക് ഈ കല്യാണം വേണ്ട മുത്തശ്ശി. എനിക്ക് ഇനി കല്യാണം വേണ്ട മുത്തശ്ശി. എടീ, അമ്മ പാവാണ് അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ കേട്ട് നിൽക്കേണ്ടി വന്നത്. ഞാൻ അടുക്കളക്കാരിയല്ല. മുത്തശ്ശിയുടെ വയറ്റിൽ പിറന്ന ഗോതവൻ മരാജയുടെ മകളാ ഞാൻ. എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു ആഭാസനെ ഞാൻ സമ്മതിക്കില്ല. അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ മുത്തശ്ശി ഞാൻ. അവഗണിച്ച് ഇറക്കി വിട്ടില്ല അമ്മച്ചി. ആ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ. അല്ലാതെ തന്റെ അനിയനെ കൂടെ കിടക്കാൻ പോയതല്ല. വേണ്ട മുത്തശ്ശി, ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. എന്റെ അച്ഛനല്ലാതെ കുറവ് ആദ്യമായിട്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്ക് ആരുമില്ല, ആരുമില്ല. സുദർശനെ, നിന്റെ താലിയാ നീ നിഷേധിക്കുന്നത്. അപമാനിച്ചിട്ട് ഔദാര്യ തലി കാണിച്ചാൽ കഴുത്ത് നീട്ടി തരുന്ന ക്ലാവും പിടിച്ച് പിച്ചില കോലൊന്നല്ല ഈ സുദർശന. ഈ വീട്ടിലെ രക്തമാണ് ഞാനും. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അറിവിന്റെ തിരുമുറ്റത്ത് അറിവുകേടിന്റെ ആൽക്കഹോളിക് പെർഫോമൻസ്
അസലായി അപ്പേട്ട, നാടകം അസലായി. അതിഥികളും അന്തേവാസികളും അമ്മയും മുത്തശ്ശിയും ഒന്നിച്ചിരുന്ന് കണ്ടില്ലേ? അസലായി, അസലായി. ഇത്രത്തോളം ഭാവന അങ്ങേക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നല്ലൊരു പ്രോംപ്റ്ററും. നിനക്ക് നല്ലതേ വരൂന്ന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങി വന്ന് നമ്മുടെ സുധുവിനെ അമ്മ അപ്പേട്ടനും കൂടെ അപമാനിച്ചിറക്കി വിട്ടത്. അമ്മ തന്നെയാണോ അനിയൻകുട്ട അനിയൻകുട്ട എന്ന് വിളിച്ച് എന്നെ വളർത്തിയത്? എങ്ങനെ നാവടക്കി കേട്ടു നിൽക്കാൻ പറ്റിയ അമ്മേ അപ്പേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ? എനിക്ക് ആരുമില്ലേ? ഞാനും അനാഥനാണോ? അതെ മുത്തശ്ശി, എന്റെ അച്ഛനെ അപമാനിച്ചിറക്കി വിട്ട, നമ്മുടെ സുധുവിനെ അപമാനിച്ചിറക്കി വിട്ട ഈ അന്യായത്തിന്റെ വീട്ടിൽ ഞാൻ അനാഥൻ തന്നെയാണ്. അപ്പം തമ്പുരാന്റെ ഫലം നടക്കട്ടെ. ഒരു കരിക്കട്ട പോലെ ഈ വീട്ടിൽ കിടക്കാൻ എന്നെ കൊണ്ടാവില്ല. മോനെ, അനിയൻകുട്ടാ.